ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ വിന്യസിച്ചിരിക്കുന്ന അതിമാരകമായ നാവിക മൈനുകളെക്കുറിച്ചും അത് ആഗോള സുരക്ഷയ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചും വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ട റിപ്പോർട്ട് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പെന്റഗണിൽ നിന്നുള്ള അതീവ രഹസ്യ വിവരങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന ഉറപ്പുകൾക്ക് വിരുദ്ധമായി മേഖലയിലെ സാഹചര്യം അതീവ ഗുരുതരമാണെന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലും പരിസരത്തുമായി ഇറാൻ 20ലധികം അത്യാധുനിക നാവിക മൈനുകൾ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് പെന്റഗണിന്റെ വിലയിരുത്തൽ. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ കപ്പൽപാതകളിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ്. ഇവിടെ ഇറാൻ മൈനുകൾ വിന്യസിച്ചുവെന്നത് കേവലം ഒരു സൈനിക ഭീഷണി മാത്രമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കാൻ കെൽപ്പുള്ള ഒന്നാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ മൈനുകൾ നീക്കം ചെയ്യുക എന്നത് അമേരിക്കൻ സൈന്യത്തിനു മുന്നിലുള്ള ഹിമാലയൻ വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. പെന്റഗണിന്റെ കണക്കുകൂട്ടൽ പ്രകാരം ഈ മൈനുകൾ പൂർണ്ണമായും കണ്ടെത്തി നശിപ്പിക്കാൻ കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടിവരും. അതായത് ലോകം കരുതിയതിനേക്കാൾ വലിയൊരു കെണിയിലാണ് അമേരിക്കൻ നാവികസേന അവിടെ അകപ്പെട്ടിരിക്കുന്നത്. ഇറാൻ ഈ മൈനുകൾ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കാൻ പോലും മാസങ്ങളെടുത്തേക്കാം. കടലിനടിയിലെ അദൃശ്യ ശത്രുക്കളായി ഈ മൈനുകൾ കപ്പലുകളെ കാത്തിരിക്കുകയാണ്. കൂടുതൽ ഗൗരവകരമായ മറ്റൊരു കാര്യം ഈ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ എപ്പോൾ തുടങ്ങാൻ സാധിക്കും എന്നതാണ്. ഇറാന്റെ ആക്രമണം നിലയ്ക്കാതെയും മേഖലയിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കാതെയും ഈ മൈനുകൾ നീക്കം ചെയ്യുന്നത് അസാധ്യമാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. യുദ്ധം നടന്നുകൊണ്ടിരിക്കെ മൈനുകൾ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് അമേരിക്കൻ നാവികർക്ക് വലിയ ജീവഹാനി വരുത്തിവെക്കും. അതുകൊണ്ട് തന്നെ ഒരു ദീർഘകാല വെടിനിർത്തൽ ഉണ്ടാകുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് ഒരു മരണക്കെണിയായി തുടരും. അമേരിക്കൻ ഭരണകൂടം ഈ ഭീഷണിയെപ്പറ്റി പുറം ലോകത്തോട് പറഞ്ഞിരുന്ന കാര്യങ്ങളും യഥാർത്ഥ സാഹചര്യവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ഈ ചോർച്ച വെളിപ്പെടുത്തുന്നു. ട്രംപ് ഭരണകൂടം നൽകുന്ന പല പ്രസ്താവനകളും വസ്തുതകൾക്ക് വിരുദ്ധമാണെന്നും ഇറാന്റെ സൈനിക ശക്തിയെ അമേരിക്ക ഭയപ്പെടുന്നുണ്ടെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു. ഹോർമൂസിലെ ഇറാന്റെ മേധാവിത്വം അംഗീകരിക്കാൻ അമേരിക്ക നിർബന്ധിതമായിരിക്കുകയാണ്. ഇറാൻ സ്ഥാപിച്ചിരിക്കുന്ന ഈ നാവിക മൈനുകൾ കണ്ടെത്താൻ ആധുനിക GPS സംവിധാനങ്ങളും സോണാർ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം 20ലധികം മൈനുകൾ ഒരേ സമയം കണ്ടെത്തുക എന്നത് സാങ്കേതികമായി ഏറെ പ്രയാസകരമാണ്. ഓരോ മൈനും കണ്ടെത്തി അവ നിഷ്ക്രിയമാക്കുന്നതിന് അതീവ ജാഗ്രത ആവശ്യമാണ്. ചെറിയൊരു പിഴവ് പോലും വലിയൊരു പൊട്ടിത്തെറിക്കും കപ്പലുകളുടെ നാശത്തിനും കാരണമാകും. പശ്ചിമേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെ ഈ റിപ്പോർട്ട് പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക ആധിപത്യത്തിനു മേൽ ഇറാൻ നേടിയ വലിയൊരു വിജയമായി ഇതിനെ പലരും വിലയിരുത്തുന്നു. തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ ഇറാൻ എന്തും ചെയ്യുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളും ഈ വെളിപ്പെടുത്തലിൽ ആശങ്കാകുലരാണ്. കാരണം അവരുടെ എണ്ണ വ്യാപാരത്തെ ഇത് നേരിട്ട് ബാധിക്കും. വെടിനിർത്തൽ ചർച്ചകളിൽ ഇറാന് മുൻതൂക്കം നൽകുന്ന ഒന്നായി ഈ മൈൻ ഭീഷണി മാറിയിരിക്കുന്നു. ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമാക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാന്റെ നിബന്ധനകൾക്ക് വഴങ്ങേണ്ടി വരും. 6 മാസം നീണ്ടു നിൽക്കുന്ന ക്ലിയറൻസ് ഓപ്പറേഷൻ എന്നത് ലോകത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇത്രയും കാലം ഈ പാത അടച്ചിടുകയോ അപകട സാധ്യത നിലനിൽക്കുകയോ ചെയ്യുന്നത് എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ലോകരാജ്യങ്ങൾക്കിടയിൽ അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്കും ഈ റിപ്പോർട്ട് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. സ്വന്തം സൈന്യത്തിനു പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് പെന്റഗൺ സമ്മതിക്കുന്നത് വലിയൊരു തിരിച്ചടിയാണ്. ട്രംപിന്റെ നയതന്ത്രം പരാജയപ്പെട്ടുവെന്നും ഇറാൻ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കുന്നുവെന്നുമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം അതീവ കൃത്യതയോടെയുള്ള ഒന്നാണ്. അമേരിക്കൻ സൈന്യത്തെ മാസങ്ങളോളം പ്രതിരോധത്തിലാക്കാൻ അവർക്ക് ഇതിലൂടെ കഴിഞ്ഞു. സൈനിക ബലം കൊണ്ട് മാത്രം നേരിടാൻ കഴിയാത്ത വിദ്യകളാണ് ഇറാൻ പ്രയോഗിക്കുന്നത്. ആഗോള എണ്ണ വിപണിയെ ബന്ദിയാക്കി മാറ്റാനുള്ള ഇറാന്റെ കരുനീക്കം ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. യുദ്ധം അവസാനിച്ചാൽ പോലും ഈ പ്രശ്നം അവസാനിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. 6 മാസത്തെ കഠിനമായ പരിശ്രമത്തിനൊടുവിൽ മാത്രമേ ഹോർമൂസ് കടലിടുക്ക് പഴയതുപോലെ സുരക്ഷിതമാകൂ. അതുവരെ ഓരോ കപ്പലും ഭീതിയോടെ മാത്രമേ ഈ വഴി കടന്നുപോകൂ. ഇറാന്റെ GPS കെണികൾ എവിടെയൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തുക എന്നത് അമേരിക്കൻ ഇന്റലിജൻസിന് വലിയൊരു പരീക്ഷണമാണ്.
വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഈ വെളിപ്പെടുത്തൽ അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. പ്രതിപക്ഷ കക്ഷികൾ ട്രംപിനെതിരെ ഈ റിപ്പോർട്ട് ആയുധമാക്കാനും സാധ്യതയുണ്ട്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭരണകൂടം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആരോപണം ശക്തമാകും. ഇറാന്റെ പക്കൽ ഇത്രയധികം മൈനുകൾ ഉണ്ടെന്ന വിവരം വൈകി അറിഞ്ഞതും പരാജയമായി കണക്കാക്കാം. മേഖലയിലെ സമാധാന ശ്രമങ്ങളെ ഈ സംഭവം കൂടുതൽ സങ്കീർണമാക്കുന്നു. വെടിനിർത്തൽ ഉണ്ടായാൽ മാത്രമേ മൈനുകൾ നീക്കം ചെയ്യാൻ കഴിയൂ എന്ന അവസ്ഥ ഇറാനെ ചർച്ചകളിൽ കൂടുതൽ വാശി പിടിപ്പിക്കാൻ പ്രേരിപ്പിക്കും. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ കടലിടുക്ക് സുരക്ഷിതമാക്കാൻ അനുവദിക്കൂ എന്ന നിലപാട് ഇറാൻ സ്വീകരിച്ചേക്കാം. ഇത് ഒരുതരം നയതന്ത്ര ബ്ലാക്ക്മെയിലിംഗ് ഗെയിമായി മാറുന്നു. അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരട്ടി പ്രഹരമാണ്. ഒരു വശത്ത് ഇറാനുമായുള്ള ശത്രുത, മറുവശത്ത് തങ്ങളുടെ വ്യാപാര പാതയിലെ ഭീഷണി. അമേരിക്കയെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പല ഗൾഫ് രാജ്യങ്ങളും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രാദേശികമായ ഒരു സമാധാന കരാറിലേക്ക് അവർ മാറാനും സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഈ അദൃശ്യ യുദ്ധം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇറാൻ നടത്തിയ ഈ നീക്കം വരും ദശകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ മാസങ്ങളോളം നീളുന്ന പരിശ്രമങ്ങൾ ആവശ്യമാണ്. അതിനിടയിൽ എന്ത് സംഭവിക്കുമെന്നത് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.